നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പം ഞാനെന്നുള്ളത് ശ്രീഭദ്ര കൺവെൻഷൻ സെൻറ്ററിലാണ് കേട്ടോ. ഇത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് നമ്മുടെ ഗോപേട്ടൻ്റെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കണ്ട് പരിചയമുണ്ട്. ഞങ്ങൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. രംഗോലി സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ വീഡിയോകൾ ചെയ്യാറുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഈ ശ്രീഭദ്ര കൺവെൻഷൻ സെൻറ്റർ. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീമായിരുന്നു കേട്ടോ. ഇതിവിടെ സാധാരണക്കാർക്കും അതേമാതിരി മിഡിൽ ക്ലാസ്സിനും ഹൈ ക്ലാസ്സിനും ഒക്കെ പറ്റിയ രീതിയിലാണ് അദ്ദേഹം ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലാണ് ഏത് സംവിധാനങ്ങൾ ചെയ്യുകയാണെങ്കിലും ഗോപേട്ടൻ അത് ചെയ്യാറ്. ഇതും അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ഡ്രീമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ അമ്മയാണ് കേട്ടോ. അത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ. നമ്മളൊക്കെ വലിയ വലിയ സെലിബ്രിറ്റികളെയും കാര്യങ്ങളെയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. MLA അടക്കമുള്ള രാഷ്ട്രീയ പ്രതിനിധികൾ, അങ്ങനെ ജനപ്രതിനിധികളായിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ അമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ചടങ്ങുകളിലേക്ക് മുഴുവൻ കടന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കൺവെൻഷൻ സെൻറ്റർ മൊത്തം കാണിച്ചു തരാം. ഇവിടെ ചെറിയ ആളുകൾക്കും വലിയ ആളുകൾക്കും ഹൈ ക്ലാസ് ആളുകൾക്കും ഒക്കെ പറ്റിയ രീതിയിൽ ഈ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി ഞാൻ എടുത്തു പറയാണ്, നമ്മൾ എന്ത് സംവിധാനങ്ങൾ ഗോപേട്ടൻ ചെയ്യുന്ന സമയത്തും അത് സാധാരണക്കാരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു കൺവെൻഷൻ സെൻറ്ററിൽ അങ്ങനെ ഒരു സംവിധാനം കൂടി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫുൾ AC വേണ്ട ആളുകൾക്ക് AC സൗകര്യത്തോടു കൂടി തന്നെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായിട്ടൊക്കെ ഗോപേട്ടൻ പറഞ്ഞു തരും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടെങ്കിലും ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ട് കാണാം. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി, നിങ്ങൾക്ക് ഉപകാരമില്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്പെടും. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അതറിയാം. അപ്പോൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമസ്കാരം സുധീഷ്, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. എന്തായാലും ഇപ്രാവശ്യത്തെ ഇത് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ശ്രീഭദ്ര എന്ന് പറയുന്ന എൻ്റെ ഈ പ്രസ്ഥാനം രൂപീകരിച്ചിട്ട് 25 വർഷം പൂർത്തീകരിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സംരംഭങ്ങൾ, ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ളത്. ഞങ്ങളുടെ ഒരു ഡ്രീം പ്രൊജക്റ്റായിരുന്നു ശ്രീഭദ്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷൻ സെൻറ്റർ എന്നുള്ള രീതിയിൽ. ഞാൻ 2021 ഏകദേശം കൊറോണയ്ക്ക് ശേഷമാണ് ഈ പ്രോപ്പർട്ടി 3 ഏക്കറിലധികം സ്ഥിതി ചെയ്യുന്നൊരു വലിയ സംരംഭം എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. കുറച്ച് വർഷങ്ങളെടുത്തിട്ടാണ് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ചുറ്റുവട്ടത്തെ പാലക്കാട് ജില്ലയിൽ തന്നെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് ഏകദേശം 300ഓളം കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഡെസ്റ്റിനേഷൻ വെഡിങ് പ്രോഗ്രാമും സെക്കൻഡ് ഹാളായിട്ട് ഒരു 300-400 പേർക്ക് ഇരിക്കാവുന്ന സെക്കൻഡ് ഹാളും സെൻട്രലൈസ്ഡ് AC സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ പലപ്പോഴും മറ്റുള്ള സ്ഥലത്തൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾക്കും നമ്മുടെ നാടിനും അത് വേണമെന്നുള്ളൊരു ചിന്തയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ 9-ാം തീയതി ആയിരുന്നു നമ്മുടെ ഇനാഗുറേഷൻ ഉണ്ടായിരുന്നത്. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് അറിയാം. ഇനിയും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഈ സംരംഭത്തെക്കുറിച്ച് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ എന്നും എൻ്റെ സുഹൃത്തായ സുധീഷിനെ ആശ്രയിക്കലുള്ളത്. ഇപ്രാവശ്യം അത് തന്നെയാണ്. നിങ്ങൾ വരുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, ഏകദേശം വലിയ ഒരു വൈഡ് റേഞ്ച് കാർ പാർക്കിംഗ് നമുക്കുണ്ട്. ഇപ്പോൾ നമ്മളിരിക്കുന്നത് മെയിൻ റിസപ്ഷൻ ഏരിയയാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ സെക്കൻഡ് ഫേസ് എന്നുള്ള രീതിയിൽ ബാക്കിൽ കുറച്ച് റിസോർട്ടുകളുടെ പണി കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഓണത്തോടു കൂടിയിട്ട് അതിൻ്റെ വർക്കുകളും കംപ്ലീഷനാവും. നമുക്കൊരു 50-60 ആളുകൾക്ക് അക്കോമഡേഷൻ എന്നുള്ള സൗകര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. 1200ഓളം ആളുകൾക്ക് ഇരിക്കാവുന്ന മെയിൻ സെൻട്രലൈസ്ഡ് AC ഹാളാണ് ഉള്ളത്. കൺവെൻഷൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ആളുകളുടെ ഏറ്റവും കൂടുതൽ ധാരണ വരുന്നത് മാരേജുകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. മാരേജുകൾക്ക് അപ്പുറം അക്വാസ്റ്റിക് സൗണ്ട് സിസ്റ്റത്തോട് കൂടിയിട്ടുള്ള ഒരു മിനി തിയേറ്റർ സ്ട്രക്ചറോട് കൂടിയിട്ടാണ് നമ്മുടെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേജ് പ്രോഗ്രാംസ് ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന തരത്തിലാണ് മെയിൻ ഹാളിൻ്റെ ബാക്കിയുള്ള ഡിസൈൻസ് എല്ലാം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഭാവിയിൽ ഓണക്കാലത്തുള്ള ഫെസ്റ്റുകൾ, ശ്രീകൃഷ്ണപുരം ഫെസ്റ്റ് പോലത്തെ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് നടത്താനുള്ള ഒരു വലിയ വേദി കൂടിയിട്ടാണ് എക്സിബിഷൻ സെൻറ്ററുകൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി നമ്മുടെ മെയിൻ ഹാള് കൺസ്ട്രക്ഷൻ ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുണ്ട്. സ്റ്റേജും അതിനനുസരിച്ചുള്ള നാടകങ്ങൾ, മറ്റുള്ള വലിയ പ്രോഗ്രാമുകൾക്ക് കണക്കാക്കിയിട്ടുള്ള ഒരു സ്റ്റേജാണ് അതിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. സ്റ്റേജിനോട് ചേർന്നിട്ട് 2 ഗ്രീൻ റൂമുകളും സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഡൈനിങ് ഹാളിനെ വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഒരു 350-400 ആളുകൾക്കും ഇതേ സെൻട്രലൈസ്ഡ് AC സംവിധാനത്തോട് കൂടിയിട്ട് ഡൈനിങ്ങും നമ്മുടെ മെയിൻ ഫംഗ്ഷനും നടത്താവുന്ന തരത്തിൽ സെക്കൻഡ് ഹാളും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും വീഡിയോസ് നമുക്ക് പോയിട്ട് കാണാവുന്നതാണ്. അത് കൂടാണ്ട് ബോർഡ് മീറ്റിങ്ങുകൾ, കമ്പനി, മറ്റുള്ള പ്രോഗ്രാംസിനൊക്കെ വേണ്ടിയിട്ട് 75 പേർക്ക് ഇരിക്കാവുന്ന ഒരു ബോർഡ് റൂം നമ്മൾ മുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ബോർഡ് റൂമിനോട് ചേർന്നിട്ട് 2 സ്യൂട്ട് റൂംസും അസൗകര്യങ്ങളും ഉണ്ട്.
അപ്പോൾ അക്കോമഡേഷൻ ആയാലും മറ്റുള്ള സൗകര്യങ്ങളായാലും ഒരുപാട് സ്ഥാപനങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ബോർഡ് റൂം ഫെസിലിറ്റി നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ സൗകര്യങ്ങളുള്ളത്. പിന്നെ ഡൈനിങ് ഹാൾ മാത്രമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 400 പേർക്ക് വരെ അറ്റ് എ ടൈം ഭക്ഷണം കഴിക്കാവുന്ന തരത്തിലുള്ള വലിയൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കൂടാണ്ട് ഡൈനിങ് ഹാളിനോട് ചേർന്നിട്ട് നമുക്കൊരു സെപ്പറേറ്റ് ഒരു 12 പേർക്ക് ഇരിക്കാവുന്ന ഒരു VIP ഡൈനിങ് നമ്മൾ അതിനോട് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഫംഗ്ഷൻസിന് വരുന്ന VIP ആരായാലും അവർക്ക് മറ്റ് തിരക്കുകളൊന്നും ഇല്ലാതെ തന്നെ VIP ഡൈനിങ്ങും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കിച്ചൻ്റെ പ്രത്യേകത 2 പാർട്ടായിട്ടാണ് നമ്മൾ കിച്ചനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ചെറിയ രീതിയിൽ ഫംഗ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കിച്ചനെ ഒരു ഭാഗമായിട്ട് ഉപയോഗിക്കാം. വലിയ ഫംഗ്ഷൻസ് ആണെങ്കിൽ നമുക്ക് കിച്ചൻ്റെ 2 ഭാഗവും പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം. ഇവിടെ നല്ല ജലലഭ്യതയുള്ള ഓപ്പൺ വെല്ലുണ്ട്, ബോർവെല്ലുണ്ട്, ബാക്കിൽ വലിയ കുളമുണ്ട്. അപ്പോൾ വെള്ളത്തിനൊന്നും നമ്മളെ സംബന്ധിച്ചിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ വരുന്നില്ല. പിന്നെ അത്യാവശ്യം ഫോട്ടോഷൂട്ട് പോയിന്റുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് പോയിന്റ് ഉണ്ട്. അവിടെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൻ്റെ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു വലിയ ആർച്ച് ഉണ്ട്. ഒരു ഡിസൈനിൽ തന്നെ ഒരു ആർച്ച് ഉണ്ട്, ACPയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഗേറ്റ് പോലെ. നമ്മുടെ പാമ്പൻ പാലത്തിൻ്റെയൊക്കെ ബ്രിഡ്ജ് തുറക്കുന്ന പോലെ ആ 2 ഗേറ്റും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് അങ്ങനെ ഓപ്പൺ ഗ്രൗണ്ടിലേക്ക് തുറക്കുന്ന ഒരു പാറ്റേൺ ആണുള്ളത്. ഏകദേശം ഒരു 4000-ഓളം ആളുകൾക്ക് ഓപ്പൺ എയർ പ്രോഗ്രാമിൽ ഇരിക്കാൻ പറ്റാവുന്ന തരത്തിലാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതൊരു ഞങ്ങളെല്ലാം ഒരു ശ്രീഭദ്ര ഹോംസ്, ഞങ്ങളൊരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണ്, ഡിസൈനേഴ്സാണ്, എൻജിനീയേഴ്സാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഞങ്ങളുടേതായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ഡിസൈൻ അതിൽ ചെയ്യണം എന്നുള്ള ഞങ്ങളുടെ ഒരു താല്പര്യം കൂടിയാണ് അങ്ങനെ ഒരു ഡിസൈൻ അവിടെ കൊടുക്കാൻ കാരണമായിട്ടുള്ളത്. പിന്നെ 3 യൂണിറ്റ് ടോയ്ലറ്റ് ബ്ലോക്കുകളുണ്ട്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അത് നമുക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാം. വലിയ ഹാളും മൊത്തം പരിസരങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ചെറിയ ഹാളും അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയും യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഒരു 100 പേർക്ക് തൊട്ടിട്ട് 1000, 1200, 2000 ആളുകൾക്ക് വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഗ്രാമത്തിലെ തന്നെ ആ ഒരു സംരംഭം എൻ്റെ പ്രിയപ്പെട്ട 5 ഗ്രാമപഞ്ചായത്ത് പൂക്കോട്ടുകാവ്, വെള്ളിനാഴി, കടമ്പഴിപ്പുറം, കരിമ്പുഴ, ശ്രീകൃഷ്ണപുരം എന്നീ 5 പഞ്ചായത്തുകളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, MLA, മുൻ KTDC ചെയർമാൻ, കാൻകോ ചെയർമാൻ, അങ്ങനെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇനാഗുറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായും ഈ ഒരു സംരംഭം നാടിന് നമുക്ക് ഉപകരിക്കുന്നതായിരിക്കും. നിങ്ങളുടെയൊക്കെ ഒരു സഹായവും സഹകരണവും ഭാവിയിൽ ഉണ്ടാവണം. 2000-ൽ എൻ്റെ അച്ഛൻ, നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ പേർക്കെങ്കിലും അറിയാം, ഗോവിന്ദ കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ആശയത്തിൽ തുടങ്ങിയ ഒരു ചെറിയ സംരംഭമാണ് ശ്രീഭദ്ര റെസ്റ്റ് ഹൗസ് ആൻഡ് ഓഡിറ്റോറിയം, പരിയാനംപറ്റ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിലുള്ളത്. അവിടെയും 250-300-ഓളം പേർക്കുള്ള സൗകര്യങ്ങൾ, 50-ഓളം പേർക്കുള്ള അക്കോമഡേഷൻ സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ സംരംഭം എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എല്ലാവരുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നത് ശ്രീകൃഷ്ണപുരത്തു നിന്ന് കടമ്പഴിപ്പുറത്തേക്ക് പോകുന്ന, നിങ്ങൾക്കറിയാം, മണ്ണമ്പറ്റ എഞ്ചിനീയറിംഗ് കോളേജ്, VT ഭട്ടതിരിപ്പാട് കോളേജൊക്കെ കവർ ചെയ്യുന്ന ഒരു ശ്രീകൃഷ്ണപുരം കടമ്പഴിപ്പുറം റോഡിൻ്റെ ഒരു സ്റ്റേറ്റ് ഹൈവേ ആണ്. ആ ഹൈവേയുടെ വക്കിനായിട്ടാണ് നമ്മുടെ റോഡ് സ്ഥിതി ചെയ്യുന്നത്. കടമ്പഴിപ്പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3.5 കിലോമീറ്ററും ശ്രീകൃഷ്ണപുരം ചന്തപ്പരയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററും മാറിയിട്ടാണ് ഒരു വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഈ ഒരു കൺവെൻഷൻ സെൻറ്റർ ഒരുക്കിയിട്ടുള്ളത്.